മേരി മാത്യു ടീച്ചർ, ശിവശങ്കരപിള്ള സാർ, ശാന്തകുമാരി ടീച്ചർ, വിമലാദേവി ടീച്ചർ, പത്മനാഭപിള്ള സാർ, ഇത്രയും പേര് സന്നിഹിതരാണ്. അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് പോലും നമ്മളുടെ ഈ ക്ഷണം സ്വീകരിച്ച് അവരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമ്മൾക്ക് വലിയ ഒരു ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്യാം. ആദ്യമായി മേരി മാത്യു ടീച്ചറിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി കൃഷ്ണകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൃഷ്ണകുമാർ. ശിവശങ്കരപിള്ള സാറിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി അഭയകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശാന്തകുമാരി ടീച്ചറിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി അബ്ദുൽ അയ്യൂബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പത്മനാഭപിള്ള സാറിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിമലാദേവി ടീച്ചറാണ് അടുത്തത്. വിമലാദേവി ടീച്ചറിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി സലീം ബബോക്കാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട അണിയിച്ചതുകൊണ്ട് തീരുന്നില്ല നമ്മുടെ കടപ്പാട്. അത് എന്നും ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ മെമ്മൻറ്റോ അവർക്ക് കൊടുക്കുകയാണ്. അതിലേക്ക് മേരി മാത്യു ടീച്ചറിനെ മെമ്മൻറ്റോ കൊടുക്കാനായി കൃഷ്ണകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശിവശങ്കരപിള്ള സാറിന് മെമ്മൻറ്റോ കൊടുക്കാനായി ഭാസ്കര പിള്ള കൊടുക്കുകയാണ്. ശാന്തകുമാരി ടീച്ചറിന് സലീം രാജ്. വിമലാദേവി ടീച്ചറിന് ഗോപാലകൃഷ്ണ പിള്ള. പത്മനാഭപിള്ള സാറിന് മെമ്മൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടി തോമസ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കൽ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി സലീം രാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ നമസ്കാരം. നമ്മുടെ വളരെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത്. തീർച്ചയായും നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകർ ഇത്രയും പേര് നമുക്ക് ഈ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ നമ്മളോട് കാണിച്ച ആ സ്നേഹം നമ്മളെ ഇന്നും ആ പഴയ കുട്ടികളായി മാതിരി കണ്ടുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി കെട്ടിപ്പിടിച്ച് നമ്മളോട് ഭയങ്കര അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടാണ് നമ്മളെ ഈ പരിപാടിക്ക് വരാമെന്ന് ഉറപ്പുവെച്ചത്. പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളും അതുപോലെ വീട്ടിലെ പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ എല്ലാ ടീച്ചേഴ്സിനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശിവശങ്കരപിള്ള സാറിനെ രണ്ടു വാക്ക് പറയാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും വേണ്ടി സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മേരി മാത്യു സംസാരിക്കില്ല. അവരെല്ലാം രണ്ടു വാക്ക് പറയും. പറയാൻ ഒക്കാത്തവർക്കൂടെ വേണ്ടി ഞാൻ പറയുന്നു. ഇത് ഞാനിങ്ങനെ ആലോചിച്ചു. 50 കൊല്ലം മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അന്നത്തെ പ്രായം അത് 8 പഠിക്കുമ്പോഴേ 9 അതെ 9 വയസ്സ് കഴിഞ്ഞ് പിന്നെ 2-3 കൊല്ലം കൂടെ കഴിഞ്ഞ് തൊട്ട് പഠിച്ചവരാണ് SLC വരെ. മാറി ഞങ്ങൾ ഹിന്ദി എടുത്തവരും മറ്റേ സയൻസ് എടുത്തവരൊക്കെയാണ്. 50 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനം വെച്ചിരിക്കുന്നു. എനിക്ക് ഇന്ന് വന്ന് കണ്ടപ്പോൾ ഇത്രയും പേരെ കണ്ടപ്പോൾ ആ പഴയ കാലം നല്ല ഓർമ്മ. ഞങ്ങൾക്ക് ഏതാണ്ട് ഇവിടെ ഇരിക്കുന്ന സമയവും നിങ്ങളെ കാണുന്ന സമയവും ഞങ്ങളുടെയും വയസ്സൊരു 10-20 വയസ്സൊന്നും ഓർമ്മ. വളരെ പ്രായം. നിങ്ങൾക്ക് ഇത്ര വയസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര എന്ന് പറയണ്ട. പ്രായമാണ്. എങ്കിലും ഞങ്ങളെല്ലാം മറന്ന്
അന്നത്തെ വിദ്യാർത്ഥികൾ നിങ്ങളും അന്നത്തെ അധ്യാപകർ ഞങ്ങളുമായിട്ട് മാനസാന്തരപ്പെട്ട ഒരു ധന്യമുഹൂർത്തമാണ് ഇത്. ധന്യമുഹൂർത്തം. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഭാര്യമാർ, ഈ സ്കൂളിലെ അഡ്മിനിസ്ട്രേഷന്മാർ, മാനേജ്മെൻറ്റിലുള്ള ആളുകൾ എല്ലാവരും. ഞങ്ങൾക്ക് തന്നെ ഒരു സന്ദർഭമാണ്. നാളെ ഈ സാധുവായി സാറിനെയൊക്കെ കാണാൻ കിട്ടത്തില്ല. ഇന്ന് കിട്ടി. മേരി മാത്യുവിനെ അന്ന് ഇതേപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കൊണ്ടുവന്നുകൊണ്ട് മേരി മാത്യുവിനെ കാണാൻ പറ്റി, വിമലെ കാണാൻ പറ്റി. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു സമാഗമത്തിനുള്ള ഒരു ധന്യമുഹൂർത്തം നിങ്ങൾ ഒരുക്കി. നല്ല മുഹൂർത്തം. എങ്ങനെ നിങ്ങളോട് ഒരു സന്തോഷം അറിയിച്ചിട്ട് കൂടെ എനിക്ക് സന്തോഷം പറയാൻ പറ്റില്ല. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രായമൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. നിങ്ങളെക്കാട്ടി പ്രായമുള്ളവരാണെന്ന് ഞാൻ ഇപ്പോഴും ഞങ്ങളെ സന്തോഷമായിട്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഓരോന്നിൽ മുഴുകിയിരിക്കുന്നത് നല്ലതാണ്. ഞാനാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീത എന്നൊരു മഹത്തായ ഗ്രന്ഥമുണ്ട്. കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചതാണ്. 700 പദ്യങ്ങളെ ഉള്ളൂ ഭഗവത്ഗീത എന്നൊരു പുസ്തകം. അത് നിങ്ങൾ 700 പദ്യം 18 അധ്യായമുണ്ട്. അത് നിങ്ങൾ പഠിച്ചാൽ ഈ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും വിഷമഘട്ടം ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഊർജവും ഒരു ഉത്സാഹം നിങ്ങളിലുണ്ടാവും. എനിക്ക് മാനസികമായി നല്ല ശക്തി പകർന്ന ഭഗവത്ഗീതയാണ്. ഞാനത് വായിക്കാത്ത ദിവസമില്ല, പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നും ഒരു അധ്യാപകനാണ്. കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിൽ നേരത്തെ ഒരു 50-55 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 35 പേരുള്ള ഒരു സത്സംഗമുണ്ട്. അതിൽ കൂടുതലും പെണ്ണുങ്ങളാണ്, ആണുങ്ങൾ 3-4 പേരുണ്ട്. അപ്പം ഇന്നും അധ്യാപകൃത്തി പോലെ ഒരു പവിത്രമായ വൃത്തിയാണ്. നാരായണീയം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഭഗവത് നാരായണീയം. ആ ഗീത, നാരായണീയം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലേക്ക് ഞാൻ പോകുമ്പം ഞാൻ എൻ്റെ വാർദ്ധക്യമൊക്കെയാണ് മറക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവരോട് ഈ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ അറിയാതെ ഞാൻ എന്നെ വിസ്മരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളും നല്ല കാര്യങ്ങളിൽ വ്യാപരിക്കണം. റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇടവയ്ക്കണം. ജീവിത പ്രയാസങ്ങളെല്ലാം നിങ്ങളെല്ലാം അതെല്ലാം പരിഹരിച്ച് കുടുംബ പ്രാരബ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു സ്വന്തം കാലിൽ നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് കുറച്ച് നേരം ഒന്നിച്ചിരുന്ന് സംസാരിക്കും. ഒന്നിച്ചിരുന്ന് രാവിലെയോ വൈകുന്നേരം കുറച്ച് നേരം ഇരുന്ന് ആമഞ്ജലിക്കും. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നല്ല പുസ്തകം, ഏത് സംഗീതവാസന അത് മതി. നല്ല പാട്ട് കേട്ട് ആനന്ദിച്ചാൽ മതി. നല്ല പാട്ട് കേട്ടാൽ മതി. അതൊരു അരമണിക്കൂർ പാട്ട് കേട്ട് ആനന്ദിക്കാം. ഏതിലാണ് നിങ്ങളുടെ താല്പര്യം അതിൽ കുറച്ച് നേരം ഈശ്വര ചിന്ത. ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ച് നമ്മളെ എല്ലാം സൃഷ്ടിച്ച ഈ 84 ലക്ഷം ജീവജാലങ്ങളെ സൃഷ്ടിച്ച ഒരു മഹാശക്തിയാണ് ദൈവം. ദൈവത്തിന് എല്ലാ മതത്തിലും കാണുന്ന ദൈവ സത്യത്തിലുള്ള ഒരേ ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ വിഗ്രഹത്തിൽ അമ്പലത്തിൽ ആരാധിക്കുന്നു, അവരല്ലാതെ ആരാധിക്കും. എങ്കിലും നമ്മളിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആത്മശക്തി, സ്പിരിച്വൽ. അതാണ് നമ്മുടെ ഉള്ളിൽ. ഞാനൊരു വാക്കുകൊണ്ട് പറയാം. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഈ ബൾബുകൾ പ്രവർത്തിക്കുന്ന എങ്ങനെ? ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാണ്. ഒറ്റ ഇലക്ട്രിസിറ്റിയാണ് ഈ ബൈക്കിനെയും ബൾബിനെയും എല്ലാം. അതേപോലെ നമ്മിൽ അനേക ശക്തിയുണ്ട്. ഇന്ദ്രിയങ്ങളെ 5 എണ്ണം ജ്ഞാനേന്ദ്രിയം എന്ന് പറയും. കണ്ണ്, മൂക്ക്, ചെവി, ഇതൊക്കെ ഒക്കെയാണ്. കർമ്മേന്ദ്രിയമായിട്ട് കൈയും കാലും അതിൽ നിന്നാക്ക് വരും. ഈ 5 കർമ്മേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇതിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി ദിശ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്പിരിച്വലായിട്ട് ഭഗവത്ഗീത പറയുന്നത്. നമ്മൾ ആരാണ്? ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ എനിക്ക് മുമ്പിലിരുന്ന് നിങ്ങളെ കാണാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ബോധം, ആ ചൈതന്യം ആത്മാവാണ്, ഈശ്വരൻ എന്നാണ് ഗീത പറയുന്നത്. ആ ഈശ്വരൻ എല്ലാവർക്കും ഒന്നല്ലേ? എല്ലാവർക്കും. നമ്മിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ഈശ്വരൻ. ഒരു സൂര്യൻ എപ്രകാരമാണ്
ഒരു സുന്നി ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവർ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരാത്മസൂര്യനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിക്കും. ഗീത പഠിപ്പിക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണെന്ന്. ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശരീരത്തിലിരിക്കുന്ന അതിൻ്റെ പേരാണ് ഈശ്വരൻ. അതിനെ ക്ഷേത്രി എന്ന് പറയും. ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയും. അപ്പം ഗീത അങ്ങോട്ട് പഠിച്ച് അതിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കഴിയുമ്പം നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിയും. നമ്മളെ എല്ലാ ഊർജവും നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ഏതൊരു വിഷമഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളെല്ലാം ഭഗവത്ഗീതയിലെ ഒരു 5-10 പദ്യം നല്ല വ്യാഖ്യാനമുള്ള എടുത്ത് പഠിക്കണം എന്നൊരു മാത്രം ഒരു പുസ്തകം വായിക്കണ്ട. അത് വായിച്ച് നിങ്ങൾ കൂടുതൽ പ്രകാശമുള്ള ആളുകളായി തീരണം. ജ്ഞാനപ്രകാശം ഉള്ളിൽ എന്നും ഉദിച്ചുയരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ചതിന് നിങ്ങൾക്കെല്ലാം നന്ദി സംസാരിക്കുന്നത് മേരിമത്തി ടീച്ചറാണ്. ടീച്ചറെ കൂടെ ഈ സ്റ്റേജിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അവരുടെ കുടുംബങ്ങളെ കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഹാപ്പി ജാമിൽ പറഞ്ഞതുപോലെ സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം തുള്ളുകയാണ്. പണ്ട് പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികളെ കാണുന്നതിനും, കുട്ടികളെന്ന് വിളിക്കുന്നതിൽ ക്ഷമിക്കണം, കുട്ടികളെ കാണുന്നതിനും അവരുമായിട്ട് അല്പനേരം സംസാരിക്കുന്നതിനും ഒക്കെ ലഭിച്ച ഈ അവസരം ഞാൻ സന്തോഷിക്കുകയാണ്. എൻ്റെ മനസ്സ് ഒരു 50 വർഷത്തിന് മുൻപിലേക്ക് പോവുകയാണ്. ഞാൻ സ്കൂളിൽ കയറി 36 വർഷമായി. 18ാമത്തെ വയസ്സിൽ സ്കൂളിൽ കയറിയതാണ്. എന്നിട്ട് 36 കൊല്ലത്തെ സർവീസ് എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സ് ഒരു 50 വർഷത്തിന് മുൻപിലേക്ക് പോവുകയാണ്. വള്ളി നിക്കറും ഇട്ട് ഉടുപ്പുമൊക്കെ ആയിട്ട് നിങ്ങൾ ആ 10ലും 8ലും 9ലും ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തെ ഞാൻ ഓർത്തു പോവുക. അന്ന് അടുത്ത് വരും വഴക്കുമൊക്കെ ആയിട്ട്, വഴക്കാളികളാണല്ലോ മിക്കവരും. അയാൾ വഴക്കിടും, തെള്ളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും. ഈ കേസുകളൊക്കെ തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ജോലി. അയ്യോ, അടിച്ചത് കാര്യം പറഞ്ഞാൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എന്നെ സാറെന്നെ 5 അടി അടിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ? ഞാൻ വെച്ചെഴുതിയായിരുന്നു. അപ്പോൾ അവനെ അടിക്കേണ്ട കാര്യമുണ്ടോ? അവൻ പറഞ്ഞു ഇപ്പോഴും എൻ്റെ കയ്യിലെ പാടുണ്ട്, വെച്ചെഴുതിയതാ. പക്ഷേ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ചൊവ്വേ നേരെ പഠിക്കും, വെച്ചെഴുതത്തില്ല, കണ്ടെഴുതത്തില്ല. അങ്ങനെ നല്ലവനായിട്ട് അന്ന് മുതലേ ഞാൻ തീർന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ വേറൊരാൾ പറഞ്ഞതാ, ടീച്ചറിൻ്റെ മുഖത്തെ ആ കണ്ണുകളിലുള്ള പ്രകാശം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഇപ്പം എൻ്റെ കണ്ണ് പ്രകാശിക്കുക നിങ്ങളെ ഓരോരുത്തരെയും കണ്ട്. നിങ്ങൾ പലതരത്തിലുള്ള ജീവിതചര്യകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരാണ്. ഉദ്യോഗസ്ഥരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, എല്ലാവരും റിട്ടയർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. റിട്ടയർ ചെയ്തവരുണ്ട്. അങ്ങനെ നിങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പം മുഴുകിയിരിക്കുന്നവരാണ്. എന്നാലും ഈ അധ്യാപകരെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പച്ചക്കറിക്കടയിൽ നിന്നാലും ഹോട്ടലിൽ നിന്നാലും നമ്മൾ എവിടെ പോയിരുന്നാലും സാറാണല്ലോ എന്ന് പറഞ്ഞൊന്ന് വന്ന് തൊഴും. അത് വേറെ ആർക്കും കിട്ടാത്ത ഒരു മഹത്വമാണ്. ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ് അധ്യാപനം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിരസിക്കുമോ? നിരസിക്കത്തില്ല. പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഇരുന്നതാണ്. ഇതുപോലൊരു യോഗം അവരെങ്ങാനും വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അതാ ഈ അധ്യാപനം എന്ന് പറയുന്നത് ഒരു മഹത്തരമായ ജോലിയാണ്. പക്ഷേ അതിനകത്ത് പ്രധാന കാരണം വ്യക്തിഗത വികസനമാണ്.
വ്യക്തികളെ വികസിപ്പിച്ചെടുക്കുക, അവരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വികസനത്തിന് മാതാപിതാക്കൾക്കൊപ്പം അധ്യാപകരും പ്രവർത്തിക്കുന്നു. നമ്മൾ എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും രക്ഷകർത്താക്കളും അധ്യാപകരും ഒരുപോലെ പണിപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇപ്പം ഞാൻ കുട്ടികളെന്ന് വിളിക്കുന്നത് ശരിയല്ല, എങ്കിലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോരുത്തരെയും കണ്ടു. സിനിമാ നടൻ വരെ ഇവിടെ ഇരിപ്പുണ്ട്, എപ്പോഴേ ചിരിക്കുന്നു. സിനിമാ നടൻ അടുത്ത് ചെന്നൊന്ന് കൈ കൊടുക്കാനോ തൊഴാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ പല തുറയിലുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് സംഘടിപ്പിച്ചവരെയാണ്.